ഹായ് മക്കളെ, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മക്കളെ, നമ്മുടെ ഫൈനൽ എക്സാമിനേഷൻ നാളെ നടക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. അതൊക്കെ നമ്മൾ മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. എല്ലാവരും കൃത്യസമയത്ത് മെഗാ മാരത്തോണിൽ ജോയിൻ ചെയ്യുക. എക്സാം ദിവസം രാവിലെ 6 മണിക്ക് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേറെ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊടുക്കുന്നത്. അതായത് മക്കളെ, നമ്മളെ പാഠഭാഗങ്ങളിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമാണ് ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്നുള്ള സ്വയം പ്രകാശ് ചെയ്തിരിക്കുന്ന പാഠം. ഓക്കെ, എപ്പോൾ ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയോ എന്നതാണ് പാഠത്തിന്റെ ഹെഡിങ്, അല്ലെങ്കിൽ മഹാത്മജിയുടെ വാച്ച് കളവ് പോയപ്പോൾ എന്നാണ് പാഠത്തിന്റെ ഹെഡിങ്. ഓക്കെ, ഈ പാഠത്തിൽ മഹാത്മജിയെ നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിൽ ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം മഹാത്മജിയെ, ഇന്ത്യൻ ജനതയുടെ നായകനായ മഹാത്മജിയെ കാണാൻ വേണ്ടി വിളിക്കുന്നതാണ്. അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹം അവിടെ വരുമ്പോൾ മഹാത്മജിയുടെ പെരുമാറ്റവും പ്രവർത്തനങ്ങളും കണ്ടിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു അത്ഭുതപ്പെട്ടു പോകുന്നു. ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ എത്ര വിനയത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിച്ച് പെർമിഷൻ വാങ്ങുന്നത് അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഒരു ദാവത്ത് എന്ന് പറഞ്ഞാൽ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചു. അതുമായി ബന്ധപ്പെട്ട് സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മൗണ്ട് ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിൻ്റെ വൈഫും ഓരോ ആളുകളും ഓരോ ഡയറി എഴുതി. ആ ഡയറി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോക്കൂ മക്കളെ, അപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെയാണ്? ഡയറിയിലേക്ക് ഡയറി എഴുതൂ. മാൻ ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ. ഗാന്ധിജി കെ സാത്ത് കി, ഗാന്ധിജിയുടെ കൂടെയുള്ള പഹലി മുലാഖാത്ത് കെ ബാരേമേ, ആദ്യ കൂടിക്കാഴ്ചയെ പറ്റി വൈസ്രോയിനെ ഡയറിയിലേക്ക്, വൈസ്രോയിയുടെ ഡയറി എഴുതി. ഡയറിയിലേക്ക് ആ ഡയറി നമ്മളോടൊന്ന് ഭാവനയിൽ തയ്യാറാക്കാനാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ്. ഡയറി വളരെ സിമ്പിളാണ്. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കൂ, ആദ്യം നമ്മൾ താരിഖ് ഈ വശത്ത് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വശത്തും താരിഖ് എഴുതാം. താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നാണ്. എന്നിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോകുന്നു. ആജ് ക, ഇന്നത്തെ ദിവസം മേ ഞാൻ കബി ഒരിക്കലും നെഹി ഇല്ല ബോലൂങ്ക മറക്കും. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നർത്ഥം. ഞാൻ ഇന്ന ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ആജ് മേ, ഇന്ന് ഞാൻ സബ്സേ സാദാ, ഏറ്റവും സാധാരണക്കാരനും സരൾ, വളരെ ലാളിത്യമുള്ളതും വിനയവും പ്രകടിപ്പിക്കുന്ന ആ ഒരു ഭവ്യ ആത്മീയക്കോമില, ഒരു ഭവ്യരൂപമായ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യ മനോഭാവത്തോടു കൂടി ഒരു മനുഷ്യനേക്ക് ഇന്ന് കാണാൻ പറ്റി. അതെന്ന് പറഞ്ഞാൽ ഭവ്യരൂപം എന്ന് പറഞ്ഞാൽ നോട്ടത്തിലോ ഭാവത്തിലോ ഗൗരവമോ അഹങ്കാരോ പുച്ഛമനോഭാവം ഒന്നുമില്ലാതെ വളരെ സാത്വികനായിരിക്കുന്നതിനാണ് ഭവ്യ ആത്മീയക്കോമില. വളരെ വിനയമുള്ളൊരു ആ മനുഷ്യനെ ഞാൻ കണ്ടു, ഐശ്വര്യമുള്ള മനുഷ്യനെ കണ്ടു. അതാകട്ടെ ഔർ കോയി നെഹി, മറ്റാരുമല്ല. ഔർ കോയി നെഹി, മറ്റാരുമല്ല. ഭാരത് കെ മഹാൻ നേതാ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവായ ഗാന്ധിജിയാണ്. വഹ്, അദ്ദേഹം ഭാരത് കെ, ഇന്ത്യയിലെ ലോകവും കെ ജനങ്ങളുടെ ദിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്. അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ മഹാത്മജി ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ അഥവാ മനസ്സിലാണ് ജീവിക്കുന്നത്. ഇസ്ലി ഇതുകൊണ്ട് ഭാരത് മേ, ഇന്ത്യയിൽ മുച്ചേ, ഭരണാധികാരിയെ വരുന്നിരിക്കുന്ന എനിക്ക് കുച്ച് കർനാ ഹേ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തോ പഹലെ, ആദ്യം ഗാന്ധിജി സെ ബാത് കർണ, ഗാന്ധിജിയുമായി ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അദ്ദേഹത്തുമായി സംസാരിച്ച മുഴുവൻ ജനങ്ങളോട് സംസാരിച്ചതിന് സമാനമായി. കാരണം ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ആളാണ് മഹാത്മജി. ദാവത്ത് മേം, സൽക്കാരത്തിൽ കൈ തരേക്ക്, ഒരുപാട് തരത്തിലുള്ള ഖാന, ഫുഡ്, അതുപോലെ തന്നെ സബീ സുവിധായും, ഒരുപാട് സൗകര്യങ്ങളും ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. ലേക്കിൻ, എന്നിട്ട് എന്ത് കാര്യം? ലേക്കിൻ എന്നാൽ വേ ഉന്മേ തൽപർ നെഹിതെ, അതൊന്നും കണ്ട് മോഹിക്കുകയോ ഇൻട്രസ്റ്റ് ആവുകയോ താല്പര്യപ്പെടുകയോ ചെയ്തിരുന്നില്ല മഹാത്മാഗാന്ധി. വേ അപ്പനെ ഡിബേമേ, ഈ പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് പോലും ഭക്ഷണ സമയത്ത് അദ്ദേഹം തൻ്റെ ഡിബേമേ, ഡിബ എന്ന് പറഞ്ഞാൽ ഒരു ഡപ്പി പാത്രത്തിൽ, ബക്കരീക്കെ, ആടിൻ്റെ, ദൂത്ത്സെ, പാലുകൊണ്ട്, ബന ഉണ്ടാക്കിയ, ദഹീലാക്കെ ഖായ്, അദ്ദേഹം ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയ ദഹിയാണ് കൊണ്ടുവന്ന് കഴിച്ചത്. ഓക്കെ, ദഹി എന്ന് പറഞ്ഞാൽ എന്താ? തൈര്. ദഹി എന്ന് പറഞ്ഞാൽ എന്താ? കേട്, തൈരാണ് അദ്ദേഹം കഴിച്ചത്. ഇത്രേ ബഡേ ആത്മീയ ഹോനെ പ്രഭി, ഇത്രയും വലിയൊരു മനുഷ്യനായതൊട്ട് പോലും വേ സാധാരണ ജീവൻ ബിത്താത്തെ, വളരെ സാധാരണമായ ജീവിതമാണ് അദ്ദേഹം കഴിച്ചുവിട്ടത്. ഇത്രയും വിഭവസമൃദ്ധമായ പലഹാരങ്ങളും ഫുഡുകളൊന്നും ഉണ്ടാക്കിച്ചിട്ട് അതിലൊന്നിനും മഹാത്മജിക്ക് വായിൽ വെള്ളം മുറുകോ ആർത്തി തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പതിവ് പോലെ തൻ്റെ ഡപ്പിയിൽ ഒരു കുറച്ച് ആടിൻ പാലുകൊണ്ടുണ്ടാക്കിയ ദഹി, തൈരാണ് കഴിച്ചത്. സാദഗി കാ മഹത്വം, ലാളിത്യത്തിൻ്റെ മഹത്വം, ഉനോനെ, അദ്ദേഹം മുച്ചേബി സിഖായ്, എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത്ര പ്രൗഢഗംഭീരമായി ഞാനിതെല്ലാം മഹാത്മജിക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ എൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞാൻ മഹാത്മജിയുടെ മുൻപിൽ കൊച്ചായി പോവുകയാണ് ചെയ്തത് എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു അഭിപ്രായപ്പെടുന്നു. അങ്ങനെ എഴുതുന്ന ഡയറിയാണത്. വളരെ പ്രധാനപ്പെട്ട മഹാത്മജിയുടെ മഹത്വത്തെ കാണിക്കുന്ന ഒരു ഡയറിയാണത്. ഓക്കെ മക്കളെ,
ഇങ്ങനെ ഈ പാഠത്തിൽ നിന്ന് അങ്ങനെ വന്നപ്പോൾ ഈ മഹാത്മജിയെ സ്വീകരിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങൾ ചെയ്തിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ വൈഫായിരുന്നു. അവരും അങ്ങനെയാണെങ്കിൽ ഒരു ഡയറി എഴുതാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡയറി ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഇതാ? ചോദ്യം എങ്ങനെയാണ് മക്കളെ? നോക്കൂ. ജബ് എപ്പോൾ ഗാന്ധിജി വൈസ്രോയ് ഭവൻമയായേ, ഗാന്ധിജി വൈസ്രോയ് ഭവനത്തിൽ വന്നുവോ, ഊസ് ദിൻ ആ ദിവസം ലേഡി മൗണ്ട് ബാറ്റന്റെ വൈഫ് ഏക്ക് ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതി. വ ഡയറി കൈസെ ഹോഗ, ആ ഡയറി എങ്ങനെയായിരിക്കാം? തയ്യാർ കരേ, നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? 4 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ്. താരിഖ് എഴുതുന്നു, ആജ് കിത്തന അച്ഛാ ദിൻ ദാ. നമ്മളെ മറ്റേ ഡയറിയിൽ എന്ത് ചെയ്താ? ആജ് കാ ദിൻ മേ ഭൂൽ നെയ് സക്ത, അതും ഡയറി തുടങ്ങാവുന്ന ഒരു വരിയാണ്. ഇവിടെയോ ആജ് കിത്തന അച്ഛാ ദിൻ ദാ, ഇന്ന് എത്ര മനോഹരമായ ഒരു ദിനമായിരുന്നു, അത് നമുക്ക് ഡയറി എഴുതാൻ പറ്റുന്ന വരിയാണ്. ഓക്കെ, ആജ് ഇന്ന്, കിത്തന എത്രമാത്രം, അച്ഛ നല്ല ദിൻ ദാ ദിവസമായിരുന്നു. ഭാരതത്തിന്റെ നേതാവായ മഹാത്മജിയെ നസ്ദീക്ക് തൊട്ടടുത്ത് മിൽനേക്ക കാണാനുള്ള അവസരം ഇന്ന് കിട്ടി. വേ കിത്തന ബഡാ നേതാഹെ, അദ്ദേഹം എത്രമാത്രം മഹാനായ നേതാവാണ്. ഫിർ ബി എന്നിട്ടെന്താ, ബൗത്ത് ബഡാ വിനയ് ബി ഉന്മേഹെ, വളരെ വലിയ നേതാവെന്ന് മാത്രമല്ല വളരെ വലിയ വിനയവും അദ്ദേഹത്തിലുണ്ട്. അല്പം പോലും അഹങ്കാരമില്ല. വേ ലോഗോം കെ ദിൽ മേ രഹത്തെ, അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. സാദഗി കാ മഹത്വ, ലാളിത്യത്തിന്റെ പ്രാധാന്യം മേ ഉസ്പർദേക്ക്, ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടു, അദ്ദേഹത്തിൽ കണ്ടു. ഹം കൈ തരേക്ക്, ഞങ്ങൾ കൈ തരേക്ക്, പലതരത്തിലുള്ള ഖാന ഫുഡ് ബനാക്കെ ഉണ്ടാക്കിയിട്ട് ഉൻകെ സാമനരേക്ക്, വിഭവസമൃദ്ധങ്ങളായ പല രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി ഞങ്ങൾ അദ്ദേഹത്തിന് മനസ്സിനെ സന്തോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. ലേക്കിൻ എന്നാൽ വേ അപ്പനെ ചോട്ടാസ, അദ്ദേഹം തൻ്റെ ചെറിയ ഡിബേസെ ഒരു ടിഫിൻ ബോക്സിൽ നിന്ന് തൂട്ടെ ചമ്മച്ചസെ, അതും ഒരു പൊട്ടിയ സ്പൂണ് കൊണ്ട് ബെക്കരെ ദൂത്തിക്ക് ദഹി ഖായി, ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയ ദഹി, തൈര് കഴിക്കുകയാണ് ചെയ്തത്. വേ കിത്തന മഹാൻ ഹേ, ഇതൊന്നും കണ്ടിട്ട് അദ്ദേഹത്തിന് കൊതി വന്നില്ല. വേ കിത്തന മഹാൻ ഹേ, അദ്ദേഹം എത്രമാത്രം മഹാനാണ്. ഈസ് ദുനിയാമേ, ഈ ലോകത്ത് ഗാന്ധിജിക്ക് സമാൻ, ഗാന്ധിജിയെ പോലെ ഗാന്ധിജി ഹി ഹേ, ഗാന്ധിജി മാത്രമേ ഉള്ളൂ എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു ഇതിൻ്റെ വൈഫ് എഴുതുന്ന ഡയറിയാണിത്. ഈ 2 ഡയറികളും വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് ഞാനുണ്ടാവും, സ്നേഹാമിസ് ഉണ്ടാവും, അതുപോലെ തന്നെ അനസാറുണ്ടാവും. നമുക്ക് തകർത്ത് പഠിക്കാം, സൂപ്പറാക്കാം. ഓക്കെ, ബൈ.